ഡിസൈൻ ചെയ്ത് ചെയ്ത് ചളവാക്കിയ ഒരു കേക്കാണ് കേട്ടോ ഇത്. എന്തിലോ തുടങ്ങി എന്തിലോ അവസാനിപ്പിച്ചു. ഒടുവിൽ അതെല്ലാം കളഞ്ഞിട്ട് വേറെ ഡിസൈൻ ചെയ്തു. എനിക്ക് കസ്റ്റമർ റെഫറൻസ് പിക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ ഇഷ്ടം. കാരണം നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യും എന്ന് കരുതി തല ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ ടൈം ഒരുപാട് വേസ്റ്റ് ആകും. എൻ്റെ ഇഷ്ടത്തിന് ഒരു ഡിസൈൻ ചെയ്തോളൂ എന്ന് പറയുമ്പോഴത്തേക്കിന് ഏത് ഡിസൈൻ ചെയ്യും എന്നിങ്ങനെ നോക്കി 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 പിൻട്രസ്റ്റിലും ഒക്കെ നോക്കി ഒടുവിൽ എൻ്റെ സ്വന്തമായിട്ടുള്ള കഴിവ് തെളിയിക്കാനെ കൊണ്ട് കുറേ ഡിസൈനൊക്കെ ചെയ്യും. അത് പരാജയപ്പെടും, അത് മാറ്റും, വീണ്ടും എൻ്റെ ക്രീമും വേസ്റ്റ് ആകും, എൻ്റെ സമയവും വേസ്റ്റ് ആകും. അതുകൊണ്ട് എനിക്ക് കസ്റ്റമർ റെഫറൻസ് പിക്ക് തന്ന് കേക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് ഒരു ഡിസൈൻ ചെയ്തോളൂ എന്നും പറഞ്ഞ് തന്ന ഒരു കേക്ക് ഓർഡർ ആയിരുന്നു ഇത്. നമ്മുടെ നെയ്ബറായിട്ടുള്ള ഒരു ചേച്ചിയായിരുന്നു, രാഖി എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചിയുടെ ബർത്ത്ഡേ, അതായത് ചേച്ചിയുടെ സഹോദരിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാനൊക്കെ കൊണ്ടൊരു കേക്ക് ഓർഡർ ചെയ്തു. ഹാഫ് kg വെയിറ്റ് വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ 3 ലേയേഴ്സും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫില്ലിങ്സിനായിട്ട് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതുമായിട്ടാണ്. വെറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സിറപ്പ് എന്ന് പറയുന്നത് മിൽക്കും കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ വിപ്പിംഗ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സിറപ്പാണ്. ആ ഒരു സിറപ്പ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കേക്കിൽ ചേർക്കുമ്പോഴത്തേക്കിന്. നോർമൽ ഷുഗർ സിറപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ എല്ലാ കേക്കിലും ആ ഒരു സിറപ്പാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ ക്രം കോട്ടൊക്കെ ചെയ്തെടുത്തു, ഫൈനൽ കോട്ടൊക്കെ ചെയ്തെടുത്തിട്ട് ഞാൻ സ്വന്തമായിട്ടൊരു ഡിസൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ചെയ്ത് തന്നപ്പോൾ കാടും പടലും ആയിപ്പോയി. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാനങ്ങനെ അതെല്ലാം മാറ്റിയിട്ട് പുതിയ ഡിസൈൻ കൊടുത്തു. അപ്പം ഇതാണ് നമ്മുടെ പുതിയ ഡിസൈൻ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. താങ്ക്